ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ലൈൻ സെഗ്മെൻറ്റിന് ബൈസെക്ടർ വരയ്ക്കാൻ, ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാനും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിന് കുറച്ച് ആപ്ലിക്കേഷൻസാണ്. നിങ്ങൾ ടെക്സ്റ്റിൽ ഉള്ളത് ക്വസ്റ്റ്യൻസ് കുറച്ചാണ്, നിങ്ങൾക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്കിലും ഞാൻ കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് 6.5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ വരച്ചിട്ട് അതിന് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക എന്നുള്ള ക്വസ്റ്റ്യനാണ്. നമ്മൾ 6.5 സെൻറ്റിമീറ്റർ നമുക്ക് സ്കെയിലിൽ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്കെയിൽ വെച്ചിട്ട് 6.5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈൻ വരച്ചു. നമുക്കറിയാം, ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ലൈൻ സെഗ്മെൻറ്റിൻ്റെ എൻ പോയിൻറ്റ്സ് സെൻറ്റർ ആക്കിക്കൊണ്ട് അതിൻ്റെ മോർ ദാൻ ഹാഫ് ലെങ്ത് കോമ്പസിലെടുക്കുക. എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ ആർക്കുകൾ ഒരു എൻ പോയിൻ്റ് സെൻറ്റർ ആക്കിക്കൊണ്ട് ആർക്ക് വരച്ചു. അതേ അളവ് മാറ്റാതെ മറ്റേ എൻ പോയിൻ്റ് സെൻറ്റർ ആക്കിക്കൊണ്ട് ആർക്ക് വരച്ച് കട്ട് ചെയ്യും. എന്നിട്ട് ആ കട്ട് ചെയ്ത പോയിൻറ്റ്സ് തമ്മിൽ സ്കെയിൽ വെച്ച് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 3.75 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കുക. നമുക്കറിയാം, സ്കെയിലിൽ 3.7 കഴിഞ്ഞാൽ 3.8 ഉള്ളത്. അപ്പോൾ 3.75 പറ്റത്തില്ല. നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് നോക്കാൻ 3.75 പറ്റത്തില്ല എങ്കിൽ നമ്മൾ ആംഗിൾ ബൈസെക്ടർ ഉണ്ട്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഉണ്ട് ലൈൻ സെഗ്മെൻറ്റ്. അപ്പോൾ 3.75 എന്ന ലെങ്ത് നമുക്ക് കിട്ടാൻ അതിൻ്റെ ഡബിൾ നമുക്ക് കിട്ടിയാൽ നമുക്ക് ഓക്കെ ചെയ്യാം. ഇപ്പോൾ 3.75ൻ്റെ ഡബിൾ എത്രയാണ്? 7.5. അപ്പോൾ നമ്മൾ ആദ്യം 7.5 ലെങ്തിൽ ഒരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കുന്നു. AB എന്നൊരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ ഈ ലെങ്ത് ABക്ക് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു. അപ്പോൾ കിട്ടിയ ഹാഫ് എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹാഫാണ് 3.75. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഈ ലെങ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കോമ്പസിലെടുക്കുന്നു. ഈ ലെങ്ത് കോമ്പസിലെടുത്തിട്ട് ഈ പോയിൻ്റ് സെൻറ്റർ ആക്കിക്കൊണ്ട് ആർക്ക് വരയ്ക്കുന്നു. ആർക്ക് വരയ്ക്കുമ്പോൾ നോക്കിക്കേ, 3.75 ആണല്ലോ ഇവിടെയും കിട്ടിയത്. 3.75 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മുടെ സ്ക്വയറിൻ്റെ രണ്ട് സൈഡ് കിട്ടി. ഇനി മറ്റ് രണ്ട് സൈഡും 3.75 കിട്ടാൻ ഒന്നുകിൽ നിങ്ങൾ ഇവിടെ ഒരു 90 ഡിഗ്രി മെഷർമെൻ്റ് എടുത്ത് ഇവിടെ 90 ഡിഗ്രി മെഷർമെൻ്റ് എടുത്ത് ചെയ്യാം. 90 ഡിഗ്രി മെഷർമെൻ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോൾ ക്വസ്റ്റിനകത്ത് കാണും only using scale and compass, അല്ലെങ്കിൽ do not use a protractor. പ്രൊട്രാക്ടർ യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ, യൂസിങ് സ്കെയിൽ ആൻഡ് കോമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടം സെൻറ്റർ ആക്കിക്കൊണ്ട് ഈ 3.75 നമ്മളിവിടെ വരയ്ക്കാൻ വേണ്ടി എടുത്തില്ലേ, ആ അളവ് കോമ്പസിൽ വെച്ചിട്ട് ഇവിടം സെൻറ്ററാക്കി ആർക്ക് വരയ്ക്കുക. അതേ അളവ് വെച്ച് ഇവിടം സെൻറ്ററാക്കി ആർക്ക്. അപ്പോൾ ഈ ലെങ്തും 3.75, ഇതും 3.75. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അതല്ല എങ്കിൽ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നമുക്ക് 90 എടുക്കാം. 90 എടുത്തിട്ട് ലൈൻ വരയ്ക്കുക. എന്നിട്ട് 3.75 ഇങ്ങോട്ട് ആർക്ക് വരയ്ക്കുക. എന്നിട്ട് ആ പോയിൻ്റ് ഇവിടെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് സ്ക്വയർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തിൽ ഈസി ആയിട്ടുള്ള മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം, പ്രത്യേകിച്ച് ഇൻസ്ട്രക്ഷൻസ് ഒന്നും തന്നിട്ടില്ല എങ്കിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 75 ഡിഗ്രി ഒരു ആംഗിൾ കൺസ്ട്രക്റ്റ് ചെയ്തിട്ട് അതിന് നമ്മളൊരു ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന മെത്തേഡെന്ന് പറയുന്നത് പ്രൊട്രാക്ടർ യൂസ് ചെയ്യാതെ എങ്ങനെ നമുക്കിത് ചെയ്യാം എന്നുള്ളതാണ്. കാരണം ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അങ്ങനെയാണ്, വിത്തൗട്ട് യൂസിങ് പ്രൊട്രാക്ടർ എന്ന് ചോദിക്കും. പ്രൊട്രാക്ടർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പ്രൊട്രാക്ടർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ചില കേസിൽ ക്വസ്റ്റ്യൻ അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നമ്മൾ അറിയേണ്ടത് സെറ്റ് സ്ക്വയറിലെ ആംഗിൾസാണ്. ഈ സെറ്റ് സ്ക്വയറിൽ ഈ ആംഗിൾ 90 ഡിഗ്രി, ഈ രണ്ട് ആംഗിൾസ് 45. കണ്ടോ, ഇത് ഒരു ഐസോസെലസ് ട്രയാങ്കിളാണ് ഫോം ചെയ്യുന്നത്. ഈ സെറ്റ് സ്ക്വയറിനെ സംബന്ധിച്ച് ഈ ആംഗിൾ 90 ഡിഗ്രി, അത് കൂടാതെ ഈ രണ്ട് സൈഡ്സിൽ വലിയ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 60, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 30.
അപ്പം നമുക്ക് 75 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊട്രാക്ടർ എടുക്കാതെ വരയ്ക്കുക എന്ന് പറയുമ്പോൾ 75 എന്ന് പറയുന്നത് ഏതൊക്കെ മെഷർമെൻറ്റ്സ് നമുക്ക് യൂസ് ചെയ്തിട്ട് 75 വരയ്ക്കാൻ പറ്റും? 30 + 45 ദറ്റ് ഈസ് 75. അപ്പോൾ 45 ദാ ഈ ആംഗിൾ 45 ഉണ്ട്, ഇത് 35 ഉണ്ട്, ഇത് ദാ ഇങ്ങനെ ചേർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിൾ എത്രയായിരിക്കും? 45 + 30 ദറ്റ് ഈസ് 75. അപ്പം നമ്മൾ ആദ്യം ഒരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ എൻഡിലോട്ട് നമ്മളിതാ ഇത് രണ്ടും കൂടി ചേർത്തങ്ങ് വെക്കുക. വെച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതുവഴി ഒരു ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ ആ ലൈൻ എന്ന് പറയുന്നത് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ആംഗിൾ മെഷർമെൻറ്റ് 75 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളൊന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് പ്രൊട്രാക്ടർ വെച്ച് 75 ഡിഗ്രി എടുക്കാം. വിത്തൗട്ട് യൂസിങ് പ്രൊട്രാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, വിത്തൗട്ട് യൂസിങ് പ്രൊട്രാക്ടർ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ 75 ഡിഗ്രി ആംഗിൾ വരച്ചിട്ട് ആംഗിൾ ബൈസെക്ടർ അറിയാമല്ലോ. എന്താ? ആംഗിളിൻ്റെ വെർട്ടെക്സ് സെൻറ്റർ ആക്കിക്കൊണ്ട് എന്ത് ചെയ്തു? 2 ആംസിലും ആർക്ക് വരച്ചു. ആ 2 പോയിൻറ്റ്സ് സെൻറ്റർ ആക്കിക്കൊണ്ട് ആർക്ക് വരച്ച് കട്ട് ചെയ്തു. എന്നിട്ട് അത് വെർട്ടെക്സുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിൾസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ ഈ ലൈൻ എന്ന് പറയുന്നത് 75 ഡിഗ്രിയുടെ ബൈസെക്ടറാണ്. ഇനി നെക്സ്റ്റ് ഇത് ജസ്റ്റ് പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് അറിയാം, കാരണം നിങ്ങൾ ആംഗിൾ ബൈസെക്ടർ ഞാൻ വരയ്ക്കാൻ കാണിച്ചു തന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു 2.25 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിളിൻ്റെ റേഡിയസ് നമുക്കറിയാം, ഒരു സർക്കിൾ വരയ്ക്കണമെങ്കിൽ സെൻറ്ററും വേണം, റേഡിയസും വേണം. അപ്പോൾ സെൻറ്റർ നമുക്ക് എവിടെ കുത്തി വേണമെങ്കിലും വരയ്ക്കാം, പക്ഷേ അത് റേഡിയസ് നമുക്ക് കോമ്പസിൽ റേഡിയസും കൂടി എടുക്കാൻ പറ്റിയെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ റേഡിയസ് നമുക്ക് 2.25 എന്നത് നമുക്ക് സ്കെയിലിൽ എടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അതിന് ചെയ്യുന്നത് 2.25ൻ്റെ ഡബിൾ 4.5. അപ്പം നമ്മൾ 4.5 സെൻറ്റിമീറ്റർ ലെങ്തുള്ള ഒരു ലൈൻ വരയ്ക്കുന്നു. 4.5 സെൻറ്റിമീറ്റർ ലെങ്തുള്ള ലൈൻ വരയ്ക്കുന്നു. ആ ലൈനിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ ഹാഫും 2.25 ആയിരിക്കും. അത് റേഡിയസ് ആക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? കോമ്പസ് ഉപയോഗിച്ച് നമ്മൾ ഇവിടം, ഇത് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടുമ്പോൾ നമുക്ക് സെൻറ്റർ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ എൻ പോയിൻറ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടോ, സെൻറ്റർ എടുത്തു, ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആക്കിക്കൊണ്ട് സർക്കിൾ കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞേക്കുന്നത് AB എന്ന ലൈൻ സെഗ്മെൻറ്റ് 6 സെൻറ്റിമീറ്റർ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാം. ഇനി ആംഗിൾ A22.5 ഡിഗ്രി, ഹാഫ് ഡിഗ്രി ആംഗിൾ നമുക്ക് പ്രൊട്രാക്ടറിൽ എടുക്കാൻ പറ്റില്ല. അതല്ല എങ്കിൽ നമുക്ക് നമ്മുടെ സെറ്റ് സ്ക്വയറിലൊന്നും ഹാഫ് ഡിഗ്രി ആംഗിൾ ഇല്ല. നമ്മൾ അതിൻ്റെ ഡബിൾ നോക്കുക, എത്രയാണ്? 45 ഡിഗ്രി. 22.5ൻ്റെ ഡബിൾ 45 ഡിഗ്രി. അപ്പോൾ 45 ഡിഗ്രിക്ക് ബൈസെക്ടർ വരച്ച 22.5 ആവും. അതേപോലെ 67.5 ആണ് അടുത്തത്. ആ 67.5 നമുക്ക് പറ്റാത്തതുകൊണ്ട് അതിന് ഡബിൾ 135 നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കും. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ 45 AB 6 സെൻറ്റിമീറ്റർ വരച്ചു. അതിനുശേഷം സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സെറ്റ് സ്ക്വയറിൻ്റെ സഹായത്തോടു കൂടി 45 ഡിഗ്രി ആംഗിൾ മാർക്ക് ചെയ്യുന്നു. ആംഗിൾ മാർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഇൻസ്ട്രക്ഷൻ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? പ്രൊട്രാക്ടർ യൂസ് ചെയ്യാം. ഈ 45 ഡിഗ്രി ആംഗിളിന് നമ്മൾ ബൈസെക്ടർ വരയ്ക്കുന്നു, ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുന്നു. അപ്പം കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് 22.5 ഡിഗ്രി ആയിരിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്തത്? AB എന്ന ലൈൻ സെഗ്മെൻറ്റ് 6 സെൻറ്റിമീറ്റർ വരച്ചു. എയുടെ എൻ പോയിൻറ്റിൽ 45 ഡിഗ്രി ആംഗിൾ വരച്ചു. ആ ആംഗിളിന് ബൈസെക്ടർ വരച്ചപ്പോൾ 22.5 ഡിഗ്രി കിട്ടി. ഇനി നമുക്ക് അടുത്ത എൻ പോയിൻറ്റിൽ ആംഗിൾ B 67.5 ഡിഗ്രി വേണം. 67.5 ഡിഗ്രിക്ക് നമ്മൾ അതിൻ്റെ ഡബിളായ 135 എടുക്കണം.
ഈ 135 എന്ന് പറയുന്നത് 90 + 45 എന്ന് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇതാ നോക്കിക്കേ, ഇത് 90, ഇത് 45, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്ത് വരും? 135 വരും. ഒന്നുകിൽ അങ്ങനെ എടുക്കാം. അതല്ല എങ്കിൽ ലീനിയർ പെയറിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മളിതാ ഈ ലൈൻ സെഗ്മെൻറ്റിനെ ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് സ്കെയിലും വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എന്താ? ഈ ടോട്ടൽ ആംഗിൾ 180 അല്ലേ, അതിൽ നിന്ന് 45 ഡിഗ്രി മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? 135. അതായിരിക്കും നിങ്ങൾക്ക് ഇച്ചിരി കൂടി ഈസി എന്ന് തോന്നുന്നു, രണ്ടെണ്ണം ചേർത്ത് വെക്കുന്നതിനേക്കാട്ടിൽ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ ചേർത്ത് വെച്ച് എന്ത് ചെയ്തു? 45 ഡിഗ്രി ആംഗിൾ ഈ സൈഡിൽ എടുക്കുന്നു. ഈ സൈഡ് 45 എടുക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ 135. കാരണം ഈ രണ്ട് ആംഗിളിൻ്റെയും കൂടെ സം 180 ആണ്, ലീനിയർ പെയർ ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ 135 ആംഗിൾ മെഷർ ചെയ്തു. ആ 135 ഡിഗ്രി ആംഗിളിന് എന്ത് ചെയ്തു? ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുന്നു. അറിയാമല്ലോ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാൻ. ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുന്നു. അത് 22.5 എവിടെ കട്ട് ചെയ്യുന്നോ ആ പോയിൻ്റ് നമുക്ക് പോയിൻ്റാണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ അടുത്ത വെർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനതൊരു C എന്ന് കൊടുത്തു. അപ്പോൾ ട്രയാങ്കിൾ നമുക്ക് ക്വസ്റ്റ്യൻ അങ്ങനെയാണ്, ട്രയാങ്കിൾ ABC കൺസ്ട്രക്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ ട്രയാങ്കിൾ ABC കിട്ടി. ഇപ്പോൾ 22.5 67.5 ഈ ഹാഫ് ഡിഗ്രി ഒക്കെ വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ ഡബിൾ എടുത്തിട്ട് അതിൻ്റെ ബൈസെക്ടർ വരച്ചിട്ടാണ് വരയ്ക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇനി കൺസ്ട്രക്ഷനകത്തിൽ നിങ്ങൾ ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 14th ക്വസ്റ്റ്യൻ നോക്കിയാൽ അവിടെ നമുക്ക് പറഞ്ഞേക്കുന്നത് AB 7 സെൻറ്റിമീറ്ററിൽ വരയ്ക്കുക. ഇപ്പോൾ 7 സെൻറ്റിമീറ്ററിൽ നമുക്ക് AB കൺസ്ട്രക്ട് ചെയ്യാം. അതിനുശേഷം ആംഗിൾ A 67.5 ഡിഗ്രി വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡബിളായ 135 നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ പോലെ 135 വരയ്ക്കുന്നു. അതിന് ബൈസെക്ടർ വരയ്ക്കുന്നു. അടുത്ത 15 ഡിഗ്രി പൊട്ടാക്ട് വെച്ച് നമുക്ക് എടുക്കാം. പൊട്ടാക്ട് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് വെച്ചിട്ട് 30 ഡിഗ്രി എടുക്കുക. ഈ ആംഗിൾ 30 ആണ്, 30 എടുത്തിട്ട് അതിന് ബൈസെക്ടർ വരയ്ക്കുമ്പോൾ നമുക്ക് 15 ഡിഗ്രി കിട്ടും. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആ ക്വസ്റ്റിനകത്തിൽ കോമ്പസ് പ്രൊട്ടാക്ടർ യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തേ പറ്റത്തുള്ളൂ? സെറ്റ് സ്ക്വയർ വെച്ചിട്ട് 30 ഡിഗ്രി എടുത്ത് ബൈസെക്ടർ വരയ്ക്കുമ്പോൾ നമുക്ക് 15 ഡിഗ്രി കിട്ടും. അപ്പോൾ 67.5 15 ഡിഗ്രിയും കിട്ടി. ആ 67.5 ഈ 15 ഡിഗ്രി കട്ട് ചെയ്യുന്ന പോയിൻ്റ് ആണ് നമ്മുടെ അടുത്ത പോയിൻ്റ്. നമ്മളത് C എന്ന് കൊടുക്കുന്നു. അപ്പോൾ ട്രയാങ്കിൾ ABC എന്നത് നമുക്ക് കിട്ടും. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നു, നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നതാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് കേട്ട് നോക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ എക്സ്ട്രാ നിങ്ങൾക്ക് പറഞ്ഞേക്കുന്നത് അതിനകത്ത് ക്വസ്റ്റിനകത്തിൽ 6th 7th ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്ത് നോക്കുക. അതായത് ട്രയാങ്കിളിന് 3 ആംഗിളിനും ആംഗിൾ ബൈസെക്ടർ വരച്ച് നോക്കുക. അതൊരു പോയിൻ്റിൽ കൂടി പാസ് ചെയ്യും. അപ്പോൾ കറക്റ്റായിട്ട് വരച്ചാൽ പാസ് ചെയ്തിരിക്കും. അതുപോലെ സൈഡ്സിനും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ അതൊരു പോയിന്റിൽ കൂടി പാസ് ചെയ്യും. അത് നിങ്ങൾക്ക് കറക്റ്റ് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പോയിന്റ് കിട്ടും. അപ്പം അത് ആ പോയിൻറ്റ്സിനൊരു പേരുണ്ട്. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഓൾ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ മീറ്റ് അറ്റ് എ പോയിൻറ്റ്. ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. ദിസ് പോയിന്റ് ഈസ് കോൾഡ് സർക്കംസെൻറ്റർ. ആ പോയിന്റിനെ പറയുന്ന പേരാണ് സർക്കംസെൻറ്റർ. അത് അടുത്ത വർഷം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അടുത്തത് ആംഗിൾ ബൈസെക്ടർ. ഞാൻ പറഞ്ഞല്ലോ, ആംഗിൾ ബൈസെക്ടേഴ്സും എന്ത് ചെയ്യുന്നു? ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ബൈസെക്ടേഴ്സ് ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ മീറ്റ് അറ്റ് എ പോയിന്റ് ആൻഡ് ദി പോയിന്റ് ഈസ് കോൾഡ് ഇൻസെൻറ്റർ. ആംഗിൾ ബൈസെക്ടേഴ്സ് ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് പറയുന്ന പേരാണ് ഇൻസെൻറ്റർ. അത് 10th നിങ്ങൾക്ക് കൺസ്ട്രക്ഷനകത്തിൽ പഠിക്കാനുള്ളതാണ്. ഇനി 11th ക്വസ്റ്റ്യൻ. അവിടെ നമുക്ക് O എന്ന് പറയുന്ന ഒരു സർക്കിളിൻ്റെ സെൻറ്റർ, AB അതിൻ്റെ ഡയമീറ്റർ, ഇതിലൊരു പോയിൻ്റാണ് C. ഈ ആംഗിള് BOC 50 ഡിഗ്രി എന്നുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിള് CAB. ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ആംഗിൾ 50 ഡിഗ്രി എന്ന് പറയുമ്പോൾ ആംഗിൾ AOCയും ആംഗിൾ BOCയും ഈ രണ്ട് ആംഗിൾസ് ലീനിയർ പെയറാണ്. ലീനിയർ പെയർ ആകുമ്പോൾ സപ്ലിമെൻ്ററി ആണ്, സം 180 ആണ്. ഇത് 50 ഡിഗ്രി ആകുമ്പോൾ ഈ ആംഗിൾ 180 - 50 ദാറ്റ് ഈസ് 130 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് 130 ഡിഗ്രി എന്ന് കിട്ടി. നമുക്കറിയാം ഒരു സർക്കിളിന്
ഒരു റേഡിയസേ ഉള്ളൂ. ഒ എയും ഒ സിയും റേഡിയസ് ആയതുകൊണ്ട് ഇത് രണ്ടും ഈക്വലാണ്. ഒ എയും ഒ സിയും ഈക്വലാണ്. അപ്പോൾ ട്രയാങ്കിൾ എ ഒ സി എന്ന് പറയുന്നത് ഐസോസിലസ് ട്രയാങ്കിളാണ്. ഐസോസിലസ് ട്രയാങ്കിൾ ആവുമ്പോൾ അതിൻ്റെ ബേസ് ആംഗിൾസ് ഈക്വൽ, നമ്മൾ തീരാൻ പഠിച്ചതാണ്, ബേസ് ആംഗിൾസ് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ സി. ആംഗിൾ എയും ആംഗിൾ സിയും ആംഗിൾ എ ഒ സിയുടെ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി വരും. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ സിയോടുള്ള സം എന്ന് പറയുന്നത് 180 മൈനസ് 130 50 ഡിഗ്രി. ഈ രണ്ട് ആംഗിളിൻ്റെ സം 50, രണ്ടും ഈക്വൽ. ഓരോന്നും 25 ഡിഗ്രി വെച്ച് വരും. അപ്പോൾ ഈ ആംഗിൾ 25 ഡിഗ്രി വരും. ഇത് അവർ പറഞ്ഞിരിക്കുന്നത് 50ക്ക് പകരം വേറെ മെഷർമെൻറ്റ് വെച്ച് നമുക്ക് ചെയ്യാം. ഒരു 60 അല്ലെങ്കിൽ 70 ഒക്കെ കൊടുത്ത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ ആണ്. അവിടെ ഈ ആംഗിൾ 50 ഡിഗ്രി തന്നിട്ടുണ്ട്. അവരാവശ്യപ്പെട്ടേക്കുന്നത് ACB, ഈ വലിയ ആംഗിൾ കണ്ടുപിടിക്കാൻ. ആ ആംഗിളിൻ്റെ പ്രത്യേകതയുണ്ട്. AB ഡയമീറ്റർ ആകുമ്പോൾ ഇത്രയും പാർട്ട് ഒരു സർക്കിളിൻ്റെ ഹാഫാണ്. അത് നമ്മൾ സെമി സർക്കിൾ എന്ന് പറയും. അപ്പോൾ സെമി സർക്കിളിനകത്ത് വരുന്ന ഒരു ആംഗിളാണിത്. അപ്പോൾ ഈ ആംഗിൾ 50 ഡിഗ്രി ആയതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ പോലെ നമുക്ക് ചെയ്തു വരുമ്പോൾ ഈ ആംഗിൾ 130 ഡിഗ്രി, കഴിഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ. ഇത് 25 ഡിഗ്രി, ദിസ് വൺ ഓൾസോ ഈസ് 25 ഡിഗ്രി. ഇത്രയും കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ പോലെ തന്നെ നമുക്ക് ചെയ്യാം. ഈ ആംഗിൾ ACB എന്ന് പറയുന്ന വലിയ ആംഗിൾ ഈ രണ്ട് ചെറിയ ആംഗിൾസിൻ്റെ സമ്മ, ഈ രണ്ട് ചെറിയ ആംഗിൾസിൻ്റെ മെഷർമെൻറ്റിൻ്റെ സമ്മാണ് ഈ വലിയ ആംഗിൾ. അപ്പോൾ ഇത് ഒരു ആംഗിൾ 25 ഉണ്ട്. അടുത്ത ആംഗിളൂടെ കിട്ടിയാൽ ഇത് രണ്ടുകൂടെ സം നമുക്ക് എഴുതാം. അതിനായിട്ട് നമ്മൾ അടുത്ത ഒരു ട്രയാങ്കിൾ OBC എന്ന ട്രയാങ്കിൾ എടുത്താൽ OCയും OBയും ഈക്വലാണ്. റീസൺ എന്താ? റേഡിയസ് ഓഫ് ദി സെയിം സർക്കിൾ. ഇപ്പോൾ ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസ് ഈക്വലാണ്. ഈ മൂന്ന് ആംഗിളും കൂടി 180 ആണ്. അപ്പോൾ ഈ രണ്ട് ആംഗിളിൻ്റെയും കൂടെ സം എന്ന് പറയുന്നത് 130 ഡിഗ്രി വരും. ഈ രണ്ട് ആംഗിളിൻ്റെയും കൂടെ സം 130 ഡിഗ്രി എന്ന് പറയുമ്പോൾ അത് രണ്ടും ഈക്വലും ആയതുകൊണ്ട് ഇതിൽ ഓരോ ആംഗിളും 65 ഡിഗ്രി. അപ്പോൾ ദിസ് ആംഗിൾ ഈസ് ഓൾസോ 65 ഡിഗ്രി ആൻഡ് ദിസ് ആംഗിൾ ഈസ് 65 ഡിഗ്രി. നമുക്ക് വേണ്ട ആംഗിൾ ACB എന്ന് പറയുന്നത് ഏതൊക്കെ ആംഗിൾസിന് സമ്മ? ACO എന്ന ആംഗിളിൻ്റെയും ആംഗിൾ BCO എന്ന ആംഗിളിൻ്റെയും കൂടെ സമ്മാണ്. അതിൽ ഫസ്റ്റ് ആംഗിൾ 25 എന്നും സെക്കൻഡ് ആംഗിൾ 65 എന്നും കിട്ടി. അപ്പോൾ ഈ ടോട്ടൽ ആംഗിൾ ACB എന്ന് പറയുന്നത് 25 + 65 ദാറ്റ് ഈസ് 90 ഡിഗ്രി. +60 90 ഡിഗ്രി. ഇനി നിങ്ങൾക്ക് സൈഡ് ബോക്സ് തന്നിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഞാനത് പറഞ്ഞിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് അടുത്ത വർഷങ്ങളിലൊക്കെ ആവശ്യമുള്ളതാണ്. അതായത് ഒരു എക്സ്റ്റേണൽ പോയിന്റ് ലൈൻ, നമ്മളിതുവരെ ചെയ്തിട്ടുള്ളത് ഒരു ലൈൻ സെഗ്മെൻ്റ് ഉണ്ടെങ്കിൽ ആ ലൈൻ സെഗ്മെൻറ്റിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ല. അപ്പോൾ നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണമെങ്കിൽ ഏത് പോയിന്റിൽ നിന്നും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനായിട്ട് അടുത്തത് പറഞ്ഞേക്കുന്നത് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാനാണ്. ഒരു എക്സ്റ്റേണൽ പോയിന്റ്, ഞാനൊരു എക്സ്റ്റേണൽ പോയിന്റ് P മാർക്ക് ചെയ്യുന്നു. ആ Pയിൽ നിന്നും ഈ ലൈനിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അത് നമ്മൾ ചെയ്യുന്നത് എക്സ്റ്റേണൽ പോയിന്റ് P ആണല്ലോ. ആ P സെൻറ്റർ ആക്കിക്കൊണ്ട് ഞാൻ Pയിൽ നിന്നും ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാമല്ലോ, അതിനെക്കാട്ടിക്ക് സ്വല്പം കൂടെ കൂടിയൊരു ഡിസ്റ്റൻസ് എടുത്ത് രണ്ട് ആർക്കുകൾ ഇങ്ങനെ വരയ്ക്കുന്നു. ആ ആർക്കുകൾ കട്ട് ചെയ്യുന്ന പോയിന്റ് ഞാൻ Q എന്നും R എന്നും പേര് കൊടുക്കും. ഇനി എന്താ നോക്കിക്കേ, ഈ Qവും Rഉം സെൻറ്റർ ആക്കിക്കൊണ്ട് ആർക്ക് വരച്ച് കട്ട് ചെയ്യും. ഇപ്പം എന്താ പറഞ്ഞത്? Pയെ സെൻറ്റർ ആക്കിക്കൊണ്ട് Pയിൽ നിന്നും നമ്മുടെ ലൈൻ സെഗ്മെൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ നോക്കുക. അതിൽ കൂടി സ്വല്പം കൂടി കൂടിയ ഒരു അളവ്, ഒത്തിരി ചെറിയ അളവായി കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആകും. അതുകൊണ്ട് ഇച്ചിരൂടെ വലിയൊരു അളവ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ആർക്ക് വരച്ച് ഈ ലൈൻ സെഗ്മെൻറ്റിനെ കട്ട് ചെയ്യുക. ആ കട്ട് ചെയ്ത പോയിൻറ്റ്സ് സെൻറ്റർ ആക്കിക്കൊണ്ട് വീണ്ടും ആർക്ക് വരച്ച് കട്ട് ചെയ്യുക.
എന്നിട്ട് ആ ആർക്കുകൾ കട്ട് ചെയ്ത പോയിന്റും നമ്മുടെ എക്സ്റ്റേണൽ പോയിന്റും കൂടി ജോയിൻ ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈൻ സെഗ്മെന്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ എക്സ്റ്റേണൽ, അതായത് ലൈനിലെ അല്ലാത്ത ഒരു പോയിന്റിൽ നിന്നും ലൈനിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കാനുള്ള മെത്തേഡാണ് ഇത്. അടുത്തത് എൻ പോയിന്റിൽ കൂടി ലൈൻ സെഗ്മെന്റിന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പോൾ AB എന്നൊരു ലൈൻ സെഗ്മെന്റ് എനിക്കുണ്ട്. അതിൽ നമ്മുടെ എൻ പോയിന്റ്സ് ആണ് എയും ബിയും. ആ എൻ പോയിന്റ്സിൽ കൂടി ഈ ലൈൻസിന് പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് AB എന്നതിനെ നമ്മൾ ഏത് എൻ പോയിന്റിൽ കൂടിയാണോ നമുക്ക് ലൈൻ സെഗ്മെന്റ് വരയ്ക്കുന്നത് അതിൻ്റെ ലെങ്ത് കുറച്ചും കൂടി സ്കെയിൽ വെച്ച് വെളിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ എക്സ്റ്റൻഷൻ നടത്തുന്നത് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്റ്റൻഷൻ വരയ്ക്കുന്നത് എപ്പോഴും ഡോട്ടഡ് ലൈനാണ്. കാര്യം നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വരയ്ക്കുന്നതായതുകൊണ്ട് അത് ഡോട്ടഡ് ലൈൻ ഇട്ടിട്ടാണ് നമ്മൾ ഈ കൺസ്ട്രക്ഷനിൽ വരയ്ക്കുന്നത്. അപ്പോൾ അത് വെളിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക ബി എന്ന പോയിന്റ്. ഇപ്പം ഞാൻ ബിയിലൂടെ വരയ്ക്കുന്നത് കൊണ്ട് ബി എന്ന പോയിന്റ് വെളിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി നമ്മൾ ബി സെൻറ്റർ ആക്കിക്കൊണ്ട് ചെറിയൊരളവ് കോമ്പസിലെടുത്ത് ഈ എക്സ്റ്റെൻഡ് ചെയ്ത പാർട്ടിലും രണ്ട് സൈഡിലുമായിട്ട് ആർക്ക് വരച്ച് കട്ട് ചെയ്യും. അപ്പം ബിയിലൂടെ വരയ്ക്കുമ്പോൾ നമ്മൾ ബി സെൻറ്റർ ആക്കിക്കൊണ്ട് കോമ്പസിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരളവ് എടുത്ത് ബിയുടെ രണ്ട് സൈഡിലും ഈ ലൈൻ സെഗ്മെൻറ്റിൽ എന്ത് ചെയ്യുന്നു, ആർക്ക് വരച്ച് കട്ട് ചെയ്യുന്നു. ഞാൻ ആ പോയിൻറ്റ്സിന് P എന്നും Q എന്നും കൊടുത്തു. അപ്പോൾ ഇപ്പം നമ്മൾ എടുത്ത അളവിനെക്കാട്ടിൽ സ്വല്പം കൂടി വലിയൊരളവ്, സ്വല്പം നമ്മൾ എടുത്ത അളവ് ഇതാണെങ്കിൽ അതിനെക്കാട്ടിൽ സ്വല്പം കൂടെ ഒന്ന് വലുതാക്കുക. എന്നിട്ട് ആ അളവ് കോമ്പസിലെടുത്ത് എന്ത് ചെയ്യുക, Pയും Qയും സെൻറ്റർ ആക്കിക്കൊണ്ട് ആർക്ക് വരച്ച് കട്ട് ചെയ്യുക. അപ്പം Pയിലും Qയിലും വെച്ച് ആർക്ക് വരയ്ക്കുമ്പോൾ അളവുകൾ മാറരുത്. അപ്പം ആദ്യം നമ്മൾ B സെൻറ്റർ ആക്കിക്കൊണ്ട് രണ്ട് സൈഡിലും ആർക്ക് വരയ്ക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, ആ അളവിലല്ല നമ്മൾ അടുത്ത ആർക്ക് വരയ്ക്കുന്നത്. എന്ത് ചെയ്യുക, അതിൽ കൂടി സ്വല്പം കൂടി വലിയൊരളവ് എടുത്തിട്ട് വേണം ആർക്ക് വരയ്ക്കാൻ. ആ കട്ട് ചെയ്ത പോയിൻറ്റും ബിയുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബിയിലൂടി ABക്ക് ഒരു പെർപെൻഡിക്കുലർ ആയിരിക്കും കിട്ടുന്നത്. ഇനി അടുത്തത് ലൈനിലെ ഏതെങ്കിലും ഒരു പോയിന്റ് പെർപെൻഡിക്കുലർ ടു എ ലൈൻ ത്രൂ ദി പോയിന്റ് ഓൺ ദി ലൈൻ. ലൈനിലെ ഏതെങ്കിലും ഒരു പോയിന്റ്, എൻ പോയിന്റ് ഒന്നും അല്ല, ഏതെങ്കിലും ഒരു പോയിന്റ്. ഇപ്പം ഞാൻ AB എന്നൊരു ലൈൻ സെഗ്മെൻറ്റ് വരച്ചു. അതിലെ ഒരു പോയിന്റ് ഞാൻ P മാർക്ക് ചെയ്തു. ഇനി ഈ Pയിലൂടെ ഇതിനൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറഞ്ഞാൽ P സെൻറ്റർ ആക്കിക്കൊണ്ട് ഞാൻ ഈ ലൈൻ സെഗ്മെൻറ്റ് രണ്ട് സൈഡിലും ആർക്ക് വരയ്ക്കും. രണ്ട് സൈഡിലും P സെൻറ്റർ ആക്കിക്കൊണ്ട് ആർക്ക് വരയ്ക്കും. ഇനി നമ്മളിപ്പോൾ എടുത്ത അളവിനെക്കാട്ടിൽ സ്വല്പം കൂടി വലിയൊരളവ് എടുത്തിട്ട് ഈ കട്ട് ചെയ്ത പോയിൻറ്റ്സിന് ഞാൻ 6 എന്നും S എന്നും കൊടുക്കും. ഈ 6ഉം Sഉം സെൻറ്റർ ആക്കിക്കൊണ്ട് നമ്മളത് ഈ പോയിന്റ് Pയിൽ നിന്നല്ല, Pയിലൂടെ അല്ല വരയ്ക്കേണ്ടത്. അപ്പോൾ P സെൻറ്റർ ആക്കിക്കൊണ്ട് നമ്മൾ ആർക്ക് വരച്ച് കട്ട് ചെയ്ത പോയിൻറ്റ്സ് ആണ് 6ഉം Sഉം. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് ഈ 6ഉം Sഉം സെൻറ്റർ ആക്കിക്കൊണ്ട് ഇപ്പോൾ എടുത്ത അളവിനെക്കാട്ടിൽ സ്വല്പം കൂടി വലിയ അളവെടുത്ത് ആർക്ക് വരച്ച് കട്ട് ചെയ്യുന്നു. 6ഉം Sഉം സെൻറ്റർ ആക്കിക്കും. ആ പോയിൻറ്റും Pയും കൂടി ജോയിൻ ചെയ്ത് ലൈൻ വരയ്ക്കുമ്പോൾ Pയിലൂടെ ഈ ലൈനിനുള്ള ഒരു പെർപെൻഡിക്കുലർ കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. കൺസ്ട്രക്ഷൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അത് മാത്രമല്ല അടുത്ത വർഷങ്ങളിൽ ആവശ്യമുള്ളതാണ്. ഈ 3 കൺസ്ട്രക്ഷൻ നിങ്ങളുടെ സൈഡ് ബോക്സിലേ ഉള്ളൂ. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ കൺസ്ട്രക്ഷനിലൊക്കെ ആവശ്യം വന്നാൽ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ആ 3 കൺസ്ട്രക്ഷനൂടെ മെയിൻ സ്ട്രീമിലില്ല, സൈഡ് ബോക്സിലേ ഉള്ളൂ. എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ, ലൈനിൻ്റെ എൻ പോയിന്റിലുള്ള പെർപെൻഡിക്കുലർ, ലൈനിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൂടിയുള്ള പെർപെൻഡിക്കുലർ. അത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആകുന്നു. കൺസ്ട്രക്ഷൻ എല്ലാം നന്നായിട്ട് ചെയ്ത് നോക്കുക. താങ്ക് യു.